വയനാട്ടിലെ ദുരിതം കണ്ടവർക്ക് അത് ഒരു വാർത്തയല്ല, ആഴത്തിലുള്ള ഒരു മുറിവാണ്. ആ മുറിവിന് മരുന്നാകാൻ ചിലർ വാക്കുകൾ കൊടുത്തു, ചിലർ പ്രാർത്ഥനകൾ കൊടുത്തു. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൈകോർത്തപ്പോൾ അവിടെ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് 100-ലധികം വീടുകൾ കൊടുത്തു. അതൊരു രാഷ്ട്രീയ പ്രവർത്തനം മാത്രമായിരുന്നില്ല, മനുഷ്യന്റെ വേദന തിരിച്ചറിഞ്ഞ ഹൃദയത്തിന്റെ പ്രതികരണമായിരുന്നു. മഴയിൽ എല്ലാം ഒഴുകിപ്പോയപ്പോൾ നാളെ എവിടെ എന്ന് ചോദിച്ച കണ്ണുകളിൽ വീണ്ടും ഒരു വെളിച്ചം തെളിയിച്ചത് ഈ വീടുകളാണ്. കാറ്റും മഴയും തകർത്ത ജീവിതത്തിൽ ഈ വീടുകള് ഒരു പുതിയ തുടക്കത്തിന്റെ അടയാളമായി നിൽക്കുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊരു ഉറപ്പായി, ഇനിയും ജീവിതം മുന്നോട്ട് പോകും എന്നൊരു വിശ്വാസമായി വയനാട് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. കാരണം അവിടെ മനുഷ്യരുണ്ട്, നന്മ പറ്റാത്ത മനുഷ്യർ. മഴയിൽ പെയ്തിറങ്ങിയത് വെള്ളമായിരുന്നില്ല, വീടുകളെ, സ്വപ്നങ്ങളെ, ജീവിതങ്ങളെ കൊണ്ടുപോയ വേദനയായിരുന്നു. അപ്പോഴാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു പാർട്ടിയായല്ല, ഒരു മനുഷ്യഹൃദയമായി മുന്നോട്ട് വന്നത്. അവർ പണിതത് വെറും വീടുകളായിരുന്നില്ല, തകർന്ന സ്വപ്നങ്ങൾക്ക് പുതിയ ചുവരുകൾ, കരഞ്ഞ രാത്രികൾക്ക് ഒരു സുരക്ഷിത മേൽക്കൂര, ഭയന്നുറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വീണ്ടും സമാധാനമായ ഒരു ഉറക്കം. ആ വീട്ടിലെ ഓരോയിടത്തും ഓരോരുത്തരുടെയും കരുണയുണ്ട്, ഓരോ ചുവരിലും ഒരുപാട് ഹൃദയങ്ങളുടെ സ്നേഹമുണ്ട്. ഇന്നവിടെ ലൈറ്റുകൾ തെളിയുമ്പോൾ അതൊരു ചെറിയ ബൾബ് മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ വീണ്ടും തുടങ്ങുന്ന ജീവിതത്തിന്റെ വെളിച്ചമാണ്. നന്ദിയല്ലാതെ മറ്റൊന്നും പറയാനില്ല.